ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ ഒരു ദിവസത്തിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ഞാൻ നിങ്ങളോട് പറയാണ്, എനിക്ക് അത്രയ്ക്കൊന്നും വ്ളോഗ് ചെയ്യാൻ അറിയില്ല. ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചേക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. ഇതാ ഇക്കു ഹാമിയൊക്കെ ഇതാ എണീച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാളും. ഇനി ഇതാ ഹാമി ഇനി കുറച്ച് നേരം ബെഡിൽ കുത്തി മറിഞ്ഞിട്ടൊക്കെ രണ്ടാളും എണീക്കുള്ളൂ ബെഡിൽ നിന്ന്. ഇപ്പോൾ ഇതാ 8:30 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു, ഏകദേശം 8:30 ആയിട്ടുണ്ട് നമ്മൾ എണീക്കുമ്പോൾ. പുറത്ത് നല്ല മഴയായിട്ടാ, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ശരിക്കും ഒരു 4 വീക്ക് മുന്നേ ഷൂട്ട് ചെയ്തതാട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ആകെ പപ്പ ഒന്ന് വീണു, ആകെ ടെൻഷനിലായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാ ബെറ്ററായി വരുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ദുആ ചെയ്യട്ടെ എൻ്റെ പപ്പയ്ക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഓക്കെ ആയി വരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ചായ കുടിച്ചിട്ട് വരാം. ഇന്ന് നമ്മൾ പുട്ടാട്ടോ ഉണ്ടാക്കുന്നത്. മമ്മി ഇത് അവിടെ പുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചോറ് വെച്ചിട്ടാട്ടോ സാധാരണ ഇവിടെ പുട്ടുണ്ടാക്കൽ. നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ രാത്രി ആയാലും അതുപോലെ തന്നെ ആയിരിക്കും, ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ചോറും അരിപ്പൊടിയും കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള പുട്ടായിട്ട് നമ്മൾ ഉണ്ടാക്കാറ്. അപ്പം നിങ്ങളങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല സോഫ്റ്റുള്ള പുട്ടായിരിക്കും. കുറച്ച് നേരം കഴിഞ്ഞാലും അതുപോലെ തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇക്കുതാ ഇവിടെ വീഡിയോ കണ്ടിട്ടിരിക്കുക നമ്മളുടെ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വേഗം ഐവാസ് ആപ്പിൽ പോയിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കാം. അപ്പോൾ നമുക്കിന്ന് പുട്ടും ബീഫാണ് ഇന്നത്തെ സ്പെഷ്യൽ. പുട്ട് റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് ഹാമിക്ക് ഫുഡ് ഉണ്ടാക്കാൻ പോകും. അപ്പോൾ നമ്മൾ കഴിച്ച് കഴിയുമ്പോഴത്തേന് ഇത് ചൂടാറി കിട്ടും. ഹാമിക്ക് ഒരു സ്പൂണായിട്ട് നമ്മൾ കായപ്പൊടിയാണ് ഹാമിക്ക് രാവിലെ കൊടുക്കാറ്. അപ്പോൾ ഇപ്പോൾ അവനിക്ക് ഉപ്പാണ് ഇഷ്ടം, അപ്പോൾ ഉപ്പിട്ട് കൊടുക്കും. അപ്പോൾ ഇതാ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മളിതാ ഹാമിക്ക് ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് റെഡിയായി നമ്മളിതാ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാം. അവിടെ പാത്രം കഴുകി ക്ഷീണിച്ചിട്ട് മാങ്ങ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ബാക്കി ഉച്ചകത്തെ കുക്കിങ്ങിലോട്ട് പോകണം. അതിന് മുന്നേ ഹാമിനൊന്ന് ഉറക്കണം. പിന്നെ ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വേണം. മമ്മിയുടെ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് കായം പുരട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഹാമിനെ ഉറക്കി. ഹാമിക്ക് ഉറങ്ങുമ്പം എന്തെങ്കിലും ഒരു ഡോളോ എന്തെങ്കിലും ഒന്ന് കയ്യിൽ വേണം, അവൻ്റെ കളിക്കുന്ന എന്തെങ്കിലും. അപ്പം ഞാനിതിവിടെ ക്ലീൻ ചെയ്തിട്ട് വരാട്ടോ. അപ്പം ഞാനിതാ ഹാമിനൊക്കെ ഉറക്കി ഇതവിടെ കടച്ചൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണേ. ഇത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായതാട്ടോ. അപ്പം എനിക്ക് ഇഷ്ടം ഇങ്ങനെ TV കണ്ടിട്ട് പച്ചക്കറിക്ക് മുറിക്കാനാണ് ഇഷ്ടം. അപ്പം ഞാൻ എന്തെങ്കിലും മുറിക്കാനുണ്ടെങ്കിൽ വേഗം എടുത്തിട്ട് TVൻ്റെ മുന്നിലേക്ക് വരും. അപ്പോൾ നമ്മുടെ ഉപ്പേരി ഇന്നത്തെ റെഡി ആയിട്ടുണ്ട്. ഇത് വെറുതെ കടുക് പൊട്ടിച്ചിട്ടുള്ള ഒരു ഉപ്പേരിയാണ്. പിന്നെ എന്താ മമ്മി ഇതവിടെ മീൻകറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെമ്മീൻ കറിയല്ല ചെമ്മീൻ കറി ചക്കക്കൂരൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് മാരിനേറ്റ് ചെയ്ത് നമുക്ക് പൊരിച്ചെടുക്കാം. ഇത് ഇവിടെ ഫാമിലുണ്ടായതാണ് കേട്ടോ. ഫാമിൽ വളർത്തിയെടുത്ത മീനാട്ടോ. അപ്പം നമ്മളിത്
പൊരിക്കണം. അപ്പോൾ നമ്മളിതാ ചക്കക്കുരു ഇടണം. ഏകദേശം കറി തേങ്ങ ഒഴിച്ച് റെഡി വന്നിട്ടുണ്ട് ചക്കക്കുരും. ഇത് വറവും കൂടി ഇട്ട് കഴിഞ്ഞാൽ മീൻ കറി റെഡി, നമ്മുടെ ഉപ്പേരി റെഡി, ഫിഷ് ഫ്രൈയും റെഡി. ഇനി എന്താ പപ്പടം പൊരിക്കാനുണ്ട്. പിന്നെന്താ കയ്പ്പക്ക കൊണ്ടാട്ടം കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഉച്ചക്കത്തെ കുക്കിങ് കഴിഞ്ഞു. അപ്പോൾ നമ്മളെ കറിയൊക്കെ റെഡിയായി. നമ്മളെല്ലാവരും ഫുഡ് കഴിച്ചിട്ട് വരാം. ഇതാ ഫുഡ് കഴിച്ചിട്ട് ഞാനിക്കും ഇവിടെ ലൂഡോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇക്കും അല്ല ചേച്ചേക്കും പിക്കുവട്ട ജയിച്ചത്. അപ്പോൾ ഇതാ മമ്മി ഇതാ, അപ്പോൾ ഞങ്ങൾ ലൂഡോ കളിച്ചിട്ട് പോയി നോക്കുമ്പോൾ മമ്മി ഇതാ ഇവിടെ ചിപ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സിമ്പിളായിട്ടോ ചിപ്സ് ഉണ്ടാക്കാൻ. നമ്മൾ ഇതുപോലെ കായ ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടിയിലും ഉപ്പിലും കൂടി വെള്ളത്തിലിട്ട് വെക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്കിതുപോലെ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ചിപ്സ് ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മുടെ ചിപ്സ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് ചായ ഉണ്ടാക്കട്ടെ, എന്നിട്ട് നമുക്ക് ചിപ്സും ചായയും കൂടിയും കുടിക്കാം. അപ്പോൾ ഇതാ ഞാനും മമ്മിയും ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാട്ടോ. നമ്മൾ വാങ്ങിയ കറിവേപ്പിനുള്ള കമ്പ് കുത്തിയിടാൻ വേണ്ടിയിട്ടായിട്ടോ. അപ്പോൾ എല്ലാവരും പറയും കറിവേപ്പിനുള്ള കമ്പ് പിടിക്കില്ല, തൈയാണ് പിടിക്കുകയെന്ന്. പക്ഷേ ശരിക്കും കമ്പ് നന്നായിട്ട് തന്നെ പൊട്ടി വരും കേട്ടോ. ഞാൻ ഒരു ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇതുപോലെ നട്ടിട്ട് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് എല്ലാതും. ഇപ്പോൾ ഒരു തൈ നന്നായി വലുതായിട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ സാധാ കടയിൽ നിന്ന് വാങ്ങുന്ന കറിവേപ്പിൻ്റെ ഇല എടുത്തിട്ട് ആ കമ്പ് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കുത്തിയിട്ടാൽ മതി. ആ അടിയിലൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് കുത്തിയിട്ടാൽ മതിയാവും കേട്ടോ. ഒന്ന് ക്രോസ് ചെയ്ത് ഷേപ്പ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു 5-6 ദിവസം കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ കൊള്ളികളൊക്കെ പോയിട്ട് നന്നായി പൊട്ടി വരും കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം നമ്മളിതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളേരം കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട് ഹാമിനിട്ട് കഴിച്ചിട്ട് പിന്നെ നമ്മൾ ചപ്പാത്തിയാണ് കേട്ടോ രാത്രിക്ക് ഉണ്ടാക്കിയത്. വേറെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഉച്ചക്കത്തെ കറിയൊക്കെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കറിയൊന്നും വേറെ ഉണ്ടാക്കിയില്ല, ചപ്പാത്തി മാത്രം ഉണ്ടാക്കി. ബാക്കി ഇതൊക്കെ സംഭവങ്ങളൊക്കെ ഇട്ട് നമ്മൾ ഫുഡും കഴിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ദിവസം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
Beethoven fifth. ആരാ റെക്കോർഡ് റെക്കോർഡഡ് അതൊക്കെ ഫിഫ്ത്ത് സിംഫണി അതാണ് പ്ലേ ചെയ്യുന്നത്. അടുത്തുകൊണ്ടല്ല അയ്യോ കണ്ടോ വിരലുകൾ അതിമ തട്ടുന്നില്ലോ. എങ്ങനെ ഇങ്ങനെ വായിക്കാന്ന് ഇക്കോന്റെ അടുത്ത് വന്ന് പഠിച്ചാലും കിട്ടുന്നതായിരിക്കും. ഞാൻ നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ ഞാൻ പ്ലേ ചെയ്തു. അയ്യടാ ലൂഡോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. ഷൂട്ട് ചെയ്യുന്നതിന്റെ കോലാണ് കയ്യിൽ ബാറ്റ് വെച്ചിട്ട് ഷൂട്ട് ചെയ്ത്. എൻ്റെ ഐഡിയ പ്രത്യേകം പറഞ്ഞാൽ എന്റെ ഐഡിയ ആണ്. എന്ത് കള്ളി നോക്കി വളരെ ബുദ്ധിപരമായി കണ്ടുപിടിച്ച എൻ്റെ ഐഡിയ.